ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാരംഭത്തിൽ സന്ധ്യ സൂചിപ്പിച്ചതുപോലെ ഇന്ന് കായംകുളം സഭയുടെ വാർഷിക ദിനമാണ്. 7 വർഷങ്ങൾക്ക് മുമ്പ് ഒരു നവംബർ മാസത്തിന്റെ ആദ്യ ഞായറാഴ്ചയാണ് കായംകുളത്തെ സഭ ആരംഭിച്ചത്. ഇന്ന് വാർഷിക ദിന ആഘോഷ പരിപാടികളൊക്കെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സൺഡേ സ്കൂൾ പിള്ളേരുടെ പരിപാടിയൊക്കെ ഉണ്ടെന്നാണ് സന്ദീപ് പറഞ്ഞത്. നമ്മുടെ ആലപ്പുഴയിലെ പോലെ ഒന്നും ഇവിടെ വലിയ പരിപാടികളൊക്കെ ആണെന്നാണ് ഇവിടെ വാർഷിക. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഏതായാലും അത് നമുക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ മാസത്തിൽ ഒരിക്കൽ കർത്തമശിക്കായിട്ടാണല്ലോ നമ്മൾ ഒരുമിച്ച് കൂടാറുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നേടിത്തന്ന രക്ഷാപദ്ധതിയെ, കാൽവറിയിലെ രക്ഷാപദ്ധതിയെ ഓർക്കുന്ന കർത്തമേശ ശുശ്രൂഷ, അതിൽ നമുക്ക് പങ്കെടുക്കാം. ഓരോ കർത്തമേശ ശുശ്രൂഷയിലും പങ്കെടുക്കുന്നതിന് മുമ്പ് നമ്മൾ പറയുന്ന കാര്യമാണ്, അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മളെ തന്നെ പരിശോധിച്ച് മാനസാന്തരപ്പെട്ട ശുദ്ധീകരണം പ്രാപിച്ച് യോഗ്യതയോടെ വേണം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ എന്നുള്ള കാര്യം ദൈവത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്ത് നമ്മുടെ ആ അവസ്ഥയെ, നമ്മുടെ ആത്മീയ ജീവിതത്തെ പരിശോധിക്കുന്നത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയിലെ ആളുകളെ കുറിച്ച് ഹൃദയഭാരത്തോടെ ഇങ്ങനെ പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മതി. അവിടെ ഒരു ഹൃദയഭാരമാണ്. എന്റെ കുഞ്ഞുങ്ങളെ, എന്റെ ട്രാൻസ്ലേഷനിൽ അത് ആ ഒരു സെന്റൻസ് പൂർണ്ണമാണ്. അവിടെ ഒരു ഭാഗ്യമായിട്ട് കിടക്കുന്ന പോലെ തോന്നുന്നു അല്ലെ. ഇതിനകത്ത് എന്റെ ട്രാൻസ്ലേഷനിൽ ഇങ്ങനെയാണ്, എന്റെ കുഞ്ഞുങ്ങളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെയും ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു. അതിനകത്ത് വായിച്ചാൽ അത് പൂർണ്ണമല്ല അല്ലേ. അതെങ്ങനെയാ ഒന്നുകൂടെ വായിച്ചത്? ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്ന മതി, അത്രയും മതി. പ്രസവവേദനപ്പെടുന്നു എന്ന് അങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് അർത്ഥം ക്ലിയർ ആയി. ഇത് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയെ കുറിച്ച് അവരുടെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ടുള്ള ഒരു ഭാരമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും എല്ലാ വിശ്വാസികളെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതം ഇത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹൃദയഭാരം ഇതാണ്, നമ്മൾ ഓരോരുത്തരിലും ക്രിസ്തു ഉരുവാകണം. നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ, നമ്മുടെ ഉള്ളിൽ യേശു ക്രിസ്തു ജനിക്കണം, ഉണ്ടാകണം. എപ്പോഴും യേശു ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ദൈവാത്മാവിന്റെ ഒരു ഹൃദയഭാരം. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യരെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് ദൈവാത്മാവിനാൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അത് ദൈവ വചനത്തിന്റെ ഭാഗമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇന്ന് നമുക്കത്, നമ്മളെ സംബന്ധിച്ചോളം അത് അങ്ങനെ തന്നെയാണ് നമുക്ക് വിശ്വസിക്കാം. നമ്മളെ കുറിച്ചുള്ള ദൈവഹിതം അതാണ്, നമ്മളിൽ ക്രിസ്തു ഉരുവാകണം എന്നുള്ളതാണ്. തുടക്കത്തിൽ ആ ഗ്രഹത്തിൽ അതിന് മുമ്പത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സ്നാനത്തോടുകൂടി നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അപ്പൊ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തു നമ്മുടെ എവിടെയുണ്ട്? ധരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉള്ളിലല്ല. വസ്ത്രം ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഉടുപ്പ് ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടുപ്പ് അതിന്റെ ഉള്ളിലാണ്. ഉടുപ്പ് ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എവിടെ ആയിരിക്കും? പുറത്താണ്. അപ്പം ക്രിസ്തു ധരിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ക്രിസ്തു പുറമേ ഇങ്ങനെ കാണാനായിട്ട് ഏതാണ്ടുണ്ട്, പക്ഷെ ഉള്ളിൽ ജനിക്കണമെന്നുകൂടാണ് അപ്പോസ്തലന്റെ ഭാരം എന്നാണ് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കുന്നത്. നമുക്ക് ചില ദൈവവചനങ്ങളൊന്ന് വായിക്കാൻ വേഗത്തിൽ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. ഇത് നമ്മളിലുണ്ടാകേണ്ട ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളോടുള്ള ദൈവവചനത്തിന് ചില പ്രമാണങ്ങളാണ് അത് പറയുന്നത്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം വളരെ പരിചിതമായ വാക്യമാണ്. എന്താണ്? ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഒരു കൽപ്പനയാണ്. ക്രിസ്തുയേശുവിന്റെ അതേ സ്വഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് അവിടെ ഒരു കൽപ്പനയായിട്ട് പറഞ്ഞിരിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയോഗിച്ചിരിക്കുന്നു. ഞാൻ ഇതിലും കൂടെ വായിക്കാം, എന്റെ ട്രാൻസ്ലേഷനും കൂടെ വായിക്കാം.
ദൈവം മുൻകൂട്ടി അറിഞ്ഞവരെ തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാകുവാൻ അവിടുന്ന് മുൻ നിയമിച്ചിരിക്കുന്നു. ഒരു വാക്യം കൂടെ 8:29 റോമർ 8:29 വായിച്ചത്. 2 പത്രോസിന്റെ 2-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരും. ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളായി തീരുന്നു. ഈ വാക്യങ്ങളല്ല, ഈ 3 വാക്യങ്ങളിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? ദൈവത്തിന്റെ ഹിതം എന്ന് പറയുന്നത് വീണ്ടും ജനിച്ച ദൈവമക്കളായി തീർന്ന വിശ്വാസികളായി തീർന്ന നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഉള്ള ദൈവത്തിന്റെ ഹിതം എന്താണെന്നാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തോട് അനുരൂപപ്പെടുക എന്നുള്ളതാണ്. നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും, ഇപ്പൊ അവസാനം വായിച്ച വാക്യത്തിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? നമുക്കുള്ള എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും, ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്, ദൈവാത്മാവിനെ നമ്മളുടെ മേൽ പകർന്നിരിക്കുന്നത്, അതും എന്തിനു വേണ്ടിയാണെന്നാണ്? അവിടുത്തെ ദിവ്യ സ്വഭാവത്തോട് നാം ഓരോ ദിവസവും വളർന്നു അനുരൂപപ്പെടുന്നതിന് വേണ്ടിയാണ്. അല്ലെ? അങ്ങനെയാണല്ലേ വായിച്ചത്. പങ്കാളികളാണ്, ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളിത്തത്തിലേക്ക് നമ്മൾ വരുന്നതിന് വേണ്ടിയാണ് സകല അനുഗ്രഹങ്ങളും നമുക്ക് നൽകിയിരിക്കുന്നതെന്നാണ് അവിടെ വായിച്ചത്, പത്രോസിന്റെ ലേഖനത്തിൽ വായിച്ചത്. അപ്പോൾ ദൈവത്തിന്റെ ഹിതം മറ്റൊന്നുമല്ല, നമ്മളിൽ യേശു ക്രിസ്തുവിന്റെ ജീവൻ വെളിവായിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരുവന്റെ ആത്മീയ വളർച്ചയെ പരിശോധിക്കുന്നത് എങ്ങനെയാണ്? ഒരു ആത്മീയമായി വളർന്നുണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് അറിയുന്നത്? ഒരുവന്റെ ആത്മീയ വളർച്ച എന്നാൽ അതിന്റെ അർത്ഥം അവനിൽ അത് ബാക്കി പൂരിപ്പിക്കാൻ വരെ അവനിൽ യേശുവിന്റെ ജീവൻ എത്രത്തോളം വെളിവാകുന്നു എന്നുള്ളതാണ് ഒരുവന്റെ ആത്മീയ വളർച്ചയുടെ തെളിവ്, അല്ലെങ്കിൽ അളവുകോൽ. അതാണ് എത്രത്തോളം യേശു ക്രിസ്തുവിന്റെ ജീവൻ അവനിൽ വെളിപ്പെടുന്നു എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിന്റെ സ്വഭാവം അവനിൽ വെളിപ്പെടുന്നു എന്നുള്ളതാണ്. യേശു ക്രിസ്തു അവനിൽ എത്രത്തോളം പുറമെ വെളിവായി വരുന്നു, ഉള്ളിൽ നിന്ന് യേശുവിന്റെ ജീവൻ എത്രത്തോളം വെളിവാകുന്നു എന്നുള്ളതാണ് ഒരുവന്റെ ആത്മീയ വളർച്ചയുടെ തെളിവ്, അടയാളം. അതുകൊണ്ട് ഈ പകൽക്കാലം കർത്തവ്യ ശുശ്രൂഷയ്ക്ക് മുമ്പായി നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കുമ്പോൾ, വർഷങ്ങളായിട്ട് സഭയിൽ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട്, വചനം അറിയാവുന്നുള്ളത് കൊണ്ട് നമ്മൾ ആത്മീയമായി വളരുന്നില്ല. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയട്ടെ, നമ്മുടെ വചന പരിജ്ഞാനമോ സഭയിൽ എത്ര നാൾ ഇരുന്നു എന്നുള്ളതോ, നമുക്ക് എത്ര ആത്മീയ അനുഭവങ്ങൾ എന്നല്ല, നമ്മുടെ ആത്മീയ പ്രവർത്തനങ്ങളോ, നമ്മൾ സഭയിൽ കാണിക്കുന്ന, സഭയ്ക്ക് വേണ്ടി ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളോ, ഇതൊന്നും നമ്മളുടെ ആത്മീയ വളർച്ചയ്ക്ക് അടയാളമാകുന്നില്ല, നമ്മുടെ ആത്മീയ വളർച്ചയുടെ സൂചനയാകുന്നില്ല. നമ്മളൊരു ആത്മീയനായി എന്ന് പറയുന്നതിന് അതൊരു കാരണമാകുന്നില്ല. നമ്മൾ ആത്മീയരായി വളർന്നു എന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട തെളിവ്, അല്ലെങ്കിൽ ഏക തെളിവ് നമ്മളിൽ യേശുവിന്റെ ജീവൻ, യേശുവിന്റെ വെളിപ്പെടുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ യേശുവിന്റെ സ്വഭാവത്തോട് നാം എത്രത്തോളം അനുരൂപരാകുന്നു എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഈ പാൽക്കാലം പരിശോധിക്കാം. യേശുവിന്റെ സ്വഭാവം നമ്മളിൽ എത്രത്തോളം, യേശുവിന്റെ സ്വഭാവത്തോട് നമ്മൾ എത്രത്തോളം അനുരൂപരാക്കിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ആദ്യം അറിയേണ്ടത് യേശുവിന്റെ സ്വഭാവത്തെക്കുറിച്ചാണ്. യേശുവിന്റെ സ്വഭാവം എന്താണ്? നമ്മൾ ആദ്യം വായിച്ച ഫിലിപ്പിയ ലേഖനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. യേശുവിന്റെ സ്വഭാവം അവിടെ എന്താണ്? അവിടെ വായിക്കാം. ഫിലിപ്പിയ ലേഖനത്തിൽ അതിന്റെ തുടർന്നുള്ള വാക്യങ്ങളോട് വായിക്കാം. ഫിലിപ്പിയ ലേഖനത്തിൽ 5-ാം വാക്യമാണ് വായിച്ചെങ്കിൽ അതിന്റെ 6 മുതലുള്ള വാക്യങ്ങളോട് വായിക്കാം. ക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞ് താഴോട്ട് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളോട് വായിക്കാം. യേശുവിന്റെ സ്വഭാവം എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയിട്ട് അത് നമ്മളുടെ സ്വഭാവത്തോട് എന്തുമാത്രം ചേർന്ന് വരുന്നു എന്നുള്ളതാണ് ഈ പാൽക്കാലം നമ്മൾ പരിശോധിക്കേണ്ടത്. ആദ്യം ഫിലിപ്പിയ ലേഖനം വായിക്കാം. ഫിലിപ്പിയ ലേഖനം 2-ന്റെ 6 മുതലുള്ള വാക്യങ്ങൾ, 6-8 വാക്യങ്ങൾ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഇവിടെ കാണുന്നത് യേശുവിന്റെ താഴ്മയെ കുറിച്ചാണ്. നമ്മൾ യേശുവിന്റെ താഴ്മ നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ യേശുവിന്റെ താഴ്മ നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് ഒറ്റ വാക്യത്തിൽ ഇങ്ങനെ വേണേൽ പറയാം. പക്ഷേ യേശുവിന്റെ താഴ്മ കേവലം ഒരു താഴ്മ എന്നുള്ള രീതിയിൽ പറയാവുന്ന കാര്യമായിരുന്നില്ല. അതിനപ്പുറമുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്, നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, നമ്മൾ നിർവചിക്കുന്ന ഒരു താഴ്മയ്ക്ക് അപ്പുറമുള്ളതാണ് യേശുവിന്റെ താഴ്മ.
യേശുവിന്റെ താഴ്മ എന്താണ് അവിടെ പറഞ്ഞത്? അവൻ എന്താണ് അവിടെ വായിക്കണം? എന്താണ് അവൻ? അവിടെ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ സാദൃശ്യത്തിൽ തന്നെത്താൻ താഴ്ത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ താഴ്മ എന്ന് പറയുന്നതിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. എന്താണ്? യേശു ആരായിരുന്നു? യേശു എവിടെ നിന്നാണ്? ഏത് പൊസിഷനിൽ നിന്നാണ്, ഏത് സ്ഥാനത്ത് നിന്നാണ് തന്നെത്താൻ താഴ്ത്തിയത്? ദൈവമായിരിക്കെ ദൈവത്തിന്റെ അധികാര അവകാശങ്ങളെല്ലാം ഉപേക്ഷിച്ച് എന്നിട്ടോ ദാസനെ പോലെ താഴ്ത്തി. അതുകൊണ്ട് അതൊരു കേവലം താഴ്മ എന്നുള്ളതിനപ്പുറമുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടത്, പ്രിയമുള്ളവർ, നമ്മൾ താഴ്മയുണ്ടെന്ന് പറയുമ്പോൾ ഏത് സാഹചര്യത്തിലും നമ്മുടെ ഒരു പൊസിഷനും നോക്കാതെ, നമ്മുടെ സ്ഥാനമാനങ്ങളൊന്നും നോക്കാതെ, നമ്മുടെ അവകാശങ്ങളൊന്നും നോക്കാതെ, പ്രത്യേക അവകാശങ്ങളൊന്നും ഇല്ലാതെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ, മറ്റുള്ളവർക്ക് സഹായം ചെയ്യുക, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ, മറ്റുള്ളവരുടെ കാല് കഴുകാൻ. ഇന്ന് രാവിലെ സന്ധ്യയിൽ കാല് കഴുകുക എന്ന് പറഞ്ഞ പ്രയോഗം നടത്തി. മറ്റുള്ളവരുടെ കാല് കഴുകുന്ന കർത്താവിന്റെ ആ താഴ്മ, അത് നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ മനസ്സിലാക്കണം. എങ്ങനെ? ഒരു സ്ഥാനവും ഒരു അവകാശവും ഒരു പ്രത്യേകമായ പദവിയും അവകാശം എനിക്ക് എന്റെ പൊസിഷൻ വെച്ചുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുന്നത്, അങ്ങനെ പോലും ഒരു ചിന്തയില്ലാതെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനുള്ള മനോഭാവം നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. അതാണ് താഴ്മ. എന്ന് മാത്രമല്ല, അവിടെ വേറൊരു കാര്യം കൂടെ കാണുന്നത് യേശുവിന്റെ സ്വഭാവത്തെക്കുറിച്ച്. അതിന്റെ അവസാനം, 8ന്റെ അവസാനം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു സ്വഭാവത്തിന്റെ കാര്യം പറഞ്ഞാണ് അവിടെ നിർത്തിയിരിക്കുന്നത്. എന്തായിരുന്നു? തന്നെത്താൻ താഴ്ത്തി മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. വേറൊരു സ്വഭാവം. എന്താണ് യേശുവിന്റെ സ്വഭാവം? പിതാവിന്റെ ഹിതത്തിന് തന്നെത്താൻ സമ്പൂർണമായിട്ട് വിധേയപ്പെടുന്ന തക്കവണ്ണമുള്ള പൂർണ്ണ അനുസരണം. ഇതാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തോടുള്ള അല്ലെങ്കിൽ ദൈവിക പ്രമാണങ്ങളത്തോടുള്ള നമ്മുടെ അനുസരണം ഇത്രത്തോളം താഴ്ത്തി, പിതാവിന്റെ ഹിതത്തിന് നമ്മളെത്ര പൂർണ്ണമായിട്ട് വിധേയപ്പെട്ടുകൊണ്ടുള്ള അനുസരണം എത്രത്തോളം നമ്മളിലുണ്ട്. പിതാവിനോടുള്ള അനുസരണമുള്ളവനായിരുന്നു മരണത്തോളം. അതാണ് ആ മരണത്തോളം എന്ന് പറഞ്ഞാൽ തന്റെ ജീവനെ ഒട്ടും വിലമതിക്കാതെ മരണത്തിന് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുസരണം. ഈ തരത്തിലുള്ള ഒരു അനുസരണത്തിന്റെ അനുഭവം നമ്മളുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. യേശുവിന്റെ ദിവ്യ സ്വഭാവത്തോട് അനുഭവപ്പെടുക എന്ന് പറയുമ്പോൾ മറ്റൊന്ന് നമ്മൾ കാണുന്നത്, യേശുവിന്റെ പ്രകടമായ ഒരു സ്വഭാവം എന്തായിരുന്നു? യേശു എപ്പോഴും മറ്റുള്ളവരോട് കരുണയുള്ളവനായിരുന്നു, മനസ്സലിവുള്ളവനായിരുന്നു. നമ്മൾ സുവിശേഷങ്ങളിൽ തുടർമാനം വായിക്കുന്ന ഒരു കാര്യമുണ്ട്. യേശു രോഗികളെ കണ്ടപ്പോൾ രോഗം സൗഖ്യമാക്കുക എന്നുള്ളത് യേശു അങ്ങനെ അതൊരു ഇതായിട്ട് എടുത്തല്ല. യേശു സൗഖ്യമാക്കുന്നതിന്റെ പുറകിലുള്ള വികാരം എന്തായിരുന്നു? രോഗികളെ കണ്ട് അവിടുന്ന് മനസ്സലിഞ്ഞു എന്നാണ് നമ്മൾ പലപ്പോഴും വായിക്കുന്നത്. നമ്മൾ ചില വാക്യം സുവിശേഷങ്ങളെല്ലാം നമുക്കത് കാണാം. മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു 2 വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സരിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. അവിടെ ആദ്യം മനസ്സലിഞ്ഞു എന്നുള്ളതാണ്. മത്തായി തന്നെ ഒരു വാക്യോട് വായിക്കും. മറ്റു സുവിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഇടയ്ക്ക് രോഗികളെ കാണുമ്പോൾ കർത്താവ് ആ രോഗികളെ കാണുമ്പോഴത്തേക്ക് രോഗി സൗഖ്യമാക്കുക എന്നുള്ള ഒരു വലിയ ഇത് തന്നെ രോഗശാന്തി ശുശ്രൂഷ എന്ന് പറഞ്ഞ് ഇങ്ങനെ അനൗൺസ് ചെയ്ത് എല്ലാവരും വാ, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കാമെന്ന്. അങ്ങനെയല്ല. കർത്താവിന്റെ അതിന്റെ പുറകിൽ എന്തായിരുന്നു? രോഗികളെ കാണുമ്പോൾ കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവരെ സൗഖ്യമാക്കുന്നു. അങ്ങനെയാണ്. മത്തായി സുവിശേഷം 20-ൽ നമുക്കതുപോലെ ഒരു പ്രയോഗം കാണാം. മത്തായി സുവിശേഷം 20-ാം അധ്യായം 34-ാം വാക്യത്തില് കാഴ്ച കിട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ യേശു 34 അവരോട് മനസ്സലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ തൊട്ടു. 2 അന്ധന്മാർ കാഴ്ച കാണുമെന്ന്, കാഴ്ചയില്ലാത്തവർ അവർ യേശുവിന്റെ അടുത്ത് വന്നപ്പോൾ യേശു മനസ്സലിഞ്ഞ് അവരുടെ കണ്ണുകളെ തൊട്ടു എന്നാണ് പറഞ്ഞത്. കണ്ണുകളെ തൊട്ടു. യേശുവിന്റെ ഒരു സ്വഭാവം കരുണ. അത് അവിടുന്ന് യേശു എപ്പോഴും രോഗികളെ കാണുമ്പോൾ അവരോട് ഒരു കരുണയുള്ളവനായിരുന്നു. വേറൊരു കാര്യം നമ്മൾ കാണുന്നു. പ്രായോഗികമായിട്ടുള്ള കാര്യത്തിൽ, യേശുവിന്റെ പ്രായോഗിക കാര്യത്തിൽ മറ്റുള്ളവരോടുള്ള ആ കരുണയുടെ വേറൊരു കാര്യം നമ്മൾ കാണുന്നു. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം. അവിടെ കുറേ ദിവസം കുറേ സമയം ഇങ്ങനെ തുടർച്ചയായിട്ട് ആളുകൾ
യേശുവിൻ്റെ കൂടെ ഇരിക്കുകയാണ്, പ്രസംഗം കേട്ടുകൊണ്ടിരുന്നു. പക്ഷേ അവർ പോകുന്നില്ല. അത് ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് യേശു, അവര് 3 ദിവസമായിട്ട് എന്നോടുകൂടെ പാർക്കുന്നു, ഭക്ഷിക്കാനൊന്നുമില്ല. അവിടെ അതിന്റെ 32 അവിടെ യേശുവിന്റെ സ്വഭാവം അവിടെ എന്താ, അവരോട് അവിടെ പറയുന്നത് എന്താ, അവിടെ വായിക്കണം. 32 എന്താണ്? യേശു ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച്, എനിക്ക് ഈ ജനത്തോട് മനസ്സലിവ് തോന്നുന്നു. അപ്പൊ ഭൗതിക ആവശ്യത്തിന് മുമ്പിൽ മനസ്സലിയുന്ന കർത്താവിനെ നമ്മളവിടെ കാണുന്നു. കരുണ, യേശുവിന്റെ കരുണ എന്ന് പറയുമ്പോൾ അതെ, രോഗികളെ കണ്ടപ്പോൾ അവിടെ നിന്ന് മനസ്സലിഞ്ഞു. ഭൗതിക വിശന്നിരിക്കുന്ന ജനത്തെ കണ്ടപ്പോൾ അവരുടെ ഭൗതികമായ ഒരു ആവശ്യമാണ്, വിശപ്പ്, ആഹാരം വേണം, ആഹാരം കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ അവിടെ അവിടുന്ന് മനസ്സലിഞ്ഞു. കർത്താവിന്റെ മനസ്സ് ആ ജനത്തെ ഓർത്ത് മനസ്സലിഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ അതിന്റെ 13-ാം വാക്യം, 7-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം, അവിടെ ഒരു വിധവയുടെ ഏകപുത്രന്റെ വിലാപയാത്ര ഇങ്ങനെ പോവുകയാണ്. കർത്താവ് അവിടെ നിന്ന് കാണുക, വഴിയിൽ നിന്ന് കാണുകയാണ് ഇങ്ങനെ ഒരു വിലാപയാത്ര. നയിൻ പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു വിലാപയാത്ര പോകുന്നു. ജനക്കൂട്ടത്തിൽ പോകുമ്പോൾ അവിടെ ഒരു വിധവയുടെ ഏക മകന്റെ മൃതശരീരമാണ് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ അവിടെ എന്താണ് 13-ാം വാക്യം, അവളെ കണ്ടിട്ട് കർത്താവിന്റെ മനസ്സലിഞ്ഞു. അത് അല്ലല്ല, ഞാൻ മനസ്സലിഞ്ഞു എന്നുള്ളത് ആണ് ശ്രദ്ധിക്കേണ്ടത്. കർത്താവിന്റെ മനസ്സലിഞ്ഞു. ഇതാണ് കർത്താവിന്റെ കരുണ. പ്രിയമുള്ളവരെ, ഇങ്ങനെ ആവശ്യത്തിലിരിക്കുന്നവരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദുഃഖത്തിൽ ഈ പലവിധ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളോടെല്ലാം കർത്താവിന്റെ ഹൃദയത്തിൽ എപ്പോഴും ഒരു മനസ്സലിവ്, കരുണയുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മളെ ഇത്തരത്തിൽ ഇങ്ങനെ മരിച്ചാൽ ഉയർപ്പിക്കാനുള്ള ശക്തിയൊന്നും നമുക്കില്ല. പക്ഷേ വളരെയധികം കഷ്ടതയിലൂടെ കടന്നു പോകുന്നവർ നമ്മുടെ ചുറ്റിലും അനേകരുണ്ട്. പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവരോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് പരിശോധിക്കണം. നമ്മുടെ ഉള്ളിൽ ഒരു അനുകമ്പ, കരുണ, ദയയുടെ അംശം എത്രത്തോളം ഉണ്ട്. നമുക്ക് സഹായിക്കാൻ പറ്റുന്നിടത്ത് പോലും നമുക്ക് സഹായിക്കാൻ നമ്മൾ 2 പ്രാവശ്യം ആലോചിച്ചിട്ടൊക്കെയാണ് സഹായിക്കുന്നതെങ്കിൽ അതെന്താണ്? നമ്മൾ നോക്കുമ്പോൾ അതിന്റെ വരുംവരായികളൊക്കെ ചിന്തിച്ചിട്ടാണ് ഒരു കാര്യം ചെയ്യുന്നത്. പക്ഷെ പെട്ടെന്ന് ഒരാളെ അപ്പോൾ തന്നെ സഹായിക്കാനായിട്ടുള്ള മനസ്സ്, കരുണ ഉണ്ടോ? നമ്മൾ വലിയ ഭക്തന്മാരാണെന്ന് അവകാശപ്പെടുക, സഭയിലൊക്കെ ആണെന്ന് പറയും. കരുണയുടെ അംശം, കരുണ വറ്റിപ്പോയോ എന്നുള്ളത് പരിശോധിക്കണം. കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തോട് അനുരൂപപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ എന്തൊക്കെയോ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. പക്ഷെ പ്രാക്ടിക്കലായിട്ടുള്ള വളരെ വളരെ പ്രായോഗികമായിട്ടുള്ള കർത്താവിന്റെ കരുണയുടെ അംശം നമ്മളിൽ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ സത്യസന്ധമായിട്ട് പരിശോധിക്കണം. ആവശ്യത്തിലിരിക്കുന്ന ഒരാളോട്, നമ്മുടെ മുമ്പിൽ വരുന്ന ഒരാളോട്, നമ്മുടെ വീട്ടിൽ വരുന്ന ഒരാളോട്, നമ്മൾ കാണുന്ന മറ്റൊരു ആ വ്യക്തിയോട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു നമുക്കത് കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു എന്താ ഒരു അനുകമ്പ എന്ന് പറയുന്നത് ഈ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അല്ലെ? അതൊരു ഹൃദയ വികാരമാണ്. ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു അതെ, നമുക്കത് കാണുമ്പോഴത്തേക്ക് ഒരു ഹൃദയത്തിൽ പെടപ്പം അതുണ്ടാകണം. ഒരാളുടെ ഒരു വല്ലാത്ത കഷ്ടത്തിലൂടെ കടന്നു പോയ ഒരാളെ കാണുമ്പോഴത്തേക്ക് നമുക്കൊരു അയാളെ ഏതെങ്കിലും തരത്തിൽ എനിക്ക് സഹായിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാകുന്നുണ്ടോ? അതോ നമ്മളത് വളരെ ഈസി ആയിട്ട് അതിനെ അങ്ങ് കടന്നു പോവുകയാണോ? എന്ന് വെച്ചാൽ നമ്മൾ ഈ ലോകത്തിൽ മുഴുവൻ ഇറങ്ങി നടന്ന് സാമൂഹ്യ പ്രവർത്തനം നടത്താൻ പറ്റുമെന്നല്ല പറയുന്നത്. പക്ഷെ ദൈവം ചിലരെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ചെയ്യാവുന്നത് പോലും നമ്മൾ ഒഴിവാക്കി പോകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. സത്യസന്ധമായിട്ട് കരുണയുടെ അംശം, കരുണയുടെ ആ കരുണയുടെ ഒരു പ്രകടനം നമ്മളിൽ നിന്ന്, അല്ലെങ്കിൽ പ്രകടനം എന്നല്ല, കരുണയുടെ ഒരു എന്താ പറയുക, പ്രതിഫലനം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയോ എന്ന് സംശയിക്കുന്നു. ദൈവഭക്തന്മാരെന്നുള്ള പേരിൽ വിശ്വാസികളായിട്ട് സഭയിലാണെന്ന് പറയുമ്പോൾ നമുക്ക് നഷ്ടപ്പെടാതെ പോകേണ്ട ഒരു കാര്യമാണ്. യേശുവിന്റെ ദിവ്യ സ്വഭാവത്തിന്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ്. കർത്താവ് എപ്പോഴും ആവശ്യത്തിലിരിക്കുന്നവരോട് കരുണയുള്ളവനായിരുന്നു. ആ കരുണ നമ്മൾ പരിശോധിക്കണം. മറ്റൊരു കാര്യം നമ്മൾ കർത്താവിന്റെ സ്വഭാവത്തിൽ കാണുന്നത് എന്താണ്? തന്നെ ദ്രോഹിച്ചവരോട് ഉള്ള ആറ്റിറ്റ്യൂഡ്, മനോഭാവം എന്തായിരുന്നു? അത് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് എങ്ങനെയുണ്ടെന്നുള്ളതാണ് പരിശോധിക്കുന്നത്. കർത്താവ് തന്നെ ദ്രോഹിച്ചവരോട് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മളെപ്പോഴും പറയുന്നതാണ്. അത് നമുക്ക് ആ വാക്യം അറിയാം. 1 പത്രോസ് 2:21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാപ്രകാരം 53:7 വായിക്കാം. അന്യായമായിട്ട് കഷ്ടം സഹിച്ചപ്പോൾ, ദ്രോഹിക്കപ്പെട്ടപ്പോൾ തിരിച്ചൊരു വാക്ക് പോലും പറയാതെ എല്ലാം സഹിച്ച കർത്താവിന്റെ സ്വഭാവം. ആ വാക്യങ്ങളൊന്ന് വായിക്കാം. അതാണ് നമുക്ക് അറിയാവുന്ന വാക്യമാണ്. എങ്കിലും ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി അത് വായിക്കട്ടെ. അത് 1 പത്രോസ് 2:21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ.
ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാഴ്ചയോട് പിന്തുടരുവാൻ ഒരു മാതൃക വരുത്തിയിട്ട് പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല. അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവർക്ക് കാര്യം ഫലമേൽപ്പിക്കുക അത്രേ ചെയ്തത്. യെശയ്യാപ്രവചനം 53:7 അത് അവന്റെ കർത്താവിനെ കുറിച്ചുള്ള പ്രവചനത്തിൽ യെശയ്യാ പ്രവാചകൻ എഴുതിയ വാക്യമാണ്. 53:7 യെശയ്യാപ്രവചനം 53:7. തന്നെത്താൻ താഴ്ത്തി വായി തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായി തുറക്കാതിരുന്നു. ഇത് നമ്മൾ എപ്പോഴും വായിക്കുന്ന ഒരു കാര്യമാണ്, എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ അനുഭവമാണെന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. അന്യായം പോട്ടെ, ആരെങ്കിലും നമ്മളെ എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ ഭാഗത്തൊരു തെറ്റുണ്ടെങ്കിൽ പോലും, തെറ്റുണ്ടായിട്ടാണെങ്കിൽ പോലും നമ്മൾ അവിടെ ആരെങ്കിലും ദേഷ്യപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ച് പറയുന്ന അത് എത്ര പറഞ്ഞാലും നമുക്കത് പറ്റുന്നില്ല. നമുക്കത് അത് നമ്മുടെ നേച്ചർ അങ്ങനെയാണെന്ന് നമ്മളത് പറയുകയാണ്, പ്രകൃതമാണ്. പക്ഷെ അതല്ലല്ലോ കർത്താവിന്റെ സ്വഭാവം. നമ്മൾ കർത്താവിന്റെ ആ സ്വഭാവത്തോട് അനുഭവപ്പെടണമെന്നല്ലേ നമ്മൾ സഭയിൽ കേൾക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്നത്. എന്നിട്ട് വീണ്ടും വീണ്ടും നമ്മൾ അത് തന്നെ ആകുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ അതിനോട് താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ യേശുവിന്റെ ജീവനെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. എന്താണത്? നമ്മളെ ദ്രോഹിക്കുന്നവരോട് അന്യായമായിട്ടാണ്. നമുക്കൊരു ഒരു വിധത്തിലും നമ്മുടെ ഭാഗത്താണ്, ഒരു വിധത്തിലും ഒരു തെറ്റ് നമ്മൾ ചെയ്തിട്ടില്ല. മുഴുവൻ ന്യായവും നമ്മുടെ പക്ഷത്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്താണ് മുഴുവൻ ന്യായവും. അങ്ങനെ ഇരിക്കെ അന്യായമായിട്ടാണ് നമ്മൾ ദ്രോഹിക്കപ്പെടുന്നതെങ്കിൽ, നമ്മളെ ഒരാൾ പീഡിപ്പിക്കുന്നതെങ്കിൽ അവിടെ മിണ്ടാതിരുന്ന് സഹിക്കാൻ, ഹൃദയത്തിലൊരു ഈ മിണ്ടാതിരുന്ന് സഹിക്കുക എന്ന് പറയുമ്പോഴും ഹൃദയത്തിൽ കയ്പോടുകൂടി സഹിക്കുന്നത് മിണ്ടാതിരിക്കാം, അങ്ങനെയല്ല. ഹൃദയത്തിൽ ഒരു കയ്പും ഇല്ലാതെ സഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. മിണ്ടാതെ അന്യായമായി ദ്രോഹം സഹിക്കുവാൻ ഒരു വിശ്വാസിക്ക് എന്താ വിശ്വാസിയുടെ മനോഭാവം അന്യായമായിട്ട് കഷ്ടം വരുമ്പോൾ, സഹിക്കേണ്ടി വരുമ്പോൾ എങ്ങനെയാണ് ആ മനോഭാവം പരിശോധിക്കണം. കർത്താവിന്റെ അതേ ഭാവമാണോ ക്രിസ്തുവിലുള്ള ഭാവം? ക്രിസ്തുവിന്റെ എല്ലാം ഫിലിപ്പിലേഖനത്തിൽ വായിച്ചെന്താ? ക്രിസ്തുവിലുള്ള അതേ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ക്രിസ്തുവിലുള്ള ഭാവം ഇതാണ്. അന്യായമായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നപ്പോഴും പീഡനം ഏൽക്കേണ്ടി വന്നപ്പോഴും ഒരു വാക്ക് പോലും ഉരിയാടാകാതെ മിണ്ടാതെ ഇരുന്നു. രോമം കത്തിരിക്കുന്നവരുടെ നടുവിലെ കുഞ്ഞാടിനെ പോലെ മിണ്ടാതിരുന്നു എന്നുള്ളൊരു പ്രയോഗമൊക്കെ കേൾക്കാൻ രസമാണ് അല്ലേ? നമുക്കിങ്ങനെ പറയാൻ ഭയങ്കര രസമാണ്. ഈ രോമം കത്തിരിക്കുന്നത് അത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അതൊരു രസമായിട്ടാണ് പറയുന്നത്. രോമം കത്തിരിക്കുന്ന നടുവിലെ കുഞ്ഞാടിനെ പോലെ എന്നൊക്കെ നമ്മളിങ്ങനെ സഭയിൽ ഇങ്ങനെ ഒരു 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 സാക്ഷ്യം പറയുമ്പോഴൊക്കെ, അല്ലെങ്കിൽ സഭയെ സംസാരിക്കുമ്പോഴൊക്കെ നമുക്കതൊരു നല്ല സുഖകരമായ ഒരു ഉപമയായിട്ട് നമ്മൾ പറയും. പക്ഷേ സ്വന്തം ജീവിതത്തിൽ ഈ രോമം കത്തിരിക്കുന്ന നടുവിലെ കുഞ്ഞാടിനെ പോലെ അത് പറയുന്നത് എന്താ? രോമം കത്തിരിക്കുന്ന നടുവിലെ കുഞ്ഞാട് സുഖത്തോടുകൂടി നിന്നു അല്ലേ? അത് കുഞ്ഞാടിന് അത് രോമം കത്തിരിക്കുമ്പോൾ അതിനൊരു സുഖമായിരുന്നു എന്നാണ്. അതുപോലെ കഷ്ടതയിൽ നിന്നു എന്നാണ് പറയുന്നത് അതിന്റെ അർത്ഥം. അതായത് നമുക്കൊരു കഷ്ടത ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നവും ഇല്ലാത്ത മാത്രമല്ല, നമ്മളത് വളരെ എൻജോയ് ചെയ്ത് നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരാൾ നമ്മളെ അന്യായമായിട്ട് പീഡിപ്പിക്കുമ്പോൾ ഞാനത് ആസ്വദിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയാണോ? അതിന്റെ അർത്ഥം അതാണ്. ഒരാൾ നമ്മളെ അന്യായമായിട്ട് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് വളരെ എൻജോയ് ചെയ്യും, ആസ്വദിക്കും സന്തോഷത്തോടെ. അതാണ് നമ്മൾ പരിശോധിക്കണം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഈ കാര്യങ്ങളെ നമ്മൾ അർത്ഥവത്തായിട്ട് കാണുന്നുണ്ടോ എന്നുള്ളത്. പ്രിയമുള്ളവരെ, വിശ്വാസിയുടെ ജീവിതം യേശുവിന്റെ ദിവ്യ സ്വഭാവത്തോട് അനുഭവപ്പെടുമെന്ന് പറയുമ്പോൾ അതിന് അർത്ഥം ഇതാണ്. അല്ല വെറുതെ ഇങ്ങനെ വായിച്ചു വിടാനല്ല, അല്ലെങ്കിൽ പറയാനല്ല, അല്ലെങ്കിൽ നമുക്കിങ്ങനെ നമുക്കൊരു പ്രശംസയ്ക്ക് വേണ്ടിയിട്ട് സ്വയം പറയാനല്ല. സത്യസന്ധമായിട്ട് നമ്മൾ പരിശോധിക്കണം. കർത്താവ് കരുണയുള്ളവനായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ല, ആവശ്യത്തിലിരിക്കുന്നവരോട് കരുണയുള്ളായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു കർത്താവ് പാപികളോടുള്ള ആറ്റിറ്റ്യൂഡ്. എങ്ങനെയായിരുന്നു കർത്താവിന്റെ പാപികളോടുള്ള കർത്താവിന്റെ ആറ്റിറ്റ്യൂഡ്? അതും ഇതുപോലെയായിരുന്നു, അനുകമ്പയായിരുന്നു കർത്താവ്. അല്ലാതെ അവരെ കർത്താവ് ഉടനെ തന്നെ അങ്ങ് വിധിച്ച് തള്ളിക്കളയല്ല. കർത്താവ് എപ്പോഴും പാപികളോട് കരുണ കാണിച്ചു, പാപികളോട് കരുണയുള്ളവനായിരുന്നു. പാപിനിയായ സ്ത്രീ കർത്താവിന്റെ യേശുവിനെ നമ്മൾ ഞാനിപ്പോൾ എടുത്ത ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ ആ 7-ാം അധ്യായത്തിൽ തന്നെ നമ്മളൊരു കാര്യം കാണുന്നുണ്ട്. പാപിയായ ഒരു സ്ത്രീ യേശുവിനെ അഭിഷേകം ചെയ്യുന്ന ഭാഗം അവിടെ വായിക്കുമ്പോൾ അതിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ യേശു അവളോട് കരുണ തോന്നി, അവളോട് പറഞ്ഞു, പരീക്ഷ അവിടെ നിന്റെ പാവങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളോട് കരുണ കാണിച്ചു. പക്ഷെ അവിടെ അതിന്റെ ആ വിരുന്ന് നടത്തിയ പരീക്ഷന്
ഇത് ഈ സ്ത്രീയെ അവിടെ വന്നത് കണ്ടൊന്നും അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അയാൾക്ക് അത് വലിയ അസ്വസ്ഥത ഉണ്ടാക്കി. പക്ഷേ ഒരു പാപം ചെയ്യാത്ത പൂർണ്ണ വിശുദ്ധനായിരുന്ന കർത്താവിന് ആ പാപിനിയായ സ്ത്രീയെ കണ്ട് അവരെ സ്വീകരിച്ച് അവളുടെ ആ ശുശ്രൂഷ സ്വീകരിക്കുവാൻ അവൾ ചെയ്ത ആ കാര്യം, അവൾ ആ തൈലം യേശുവിനെ അഭിഷേകം ചെയ്തത് സ്വീകരിക്കാനൊന്നും ഒരു മടി കാണിച്ചില്ല എന്ന് മാത്രമല്ല, അവളുടെ ആ പ്രവൃത്തി അംഗീകരിച്ചുകൊണ്ട് നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാൻ കാണിച്ചേക്കാണ് പാപികളോടുള്ള സമീപനം. ഞാൻ കർത്താവിന്റെ സമീപനത്തെയാണ് നമ്മൾ കാണേണ്ടത്. ഇതുപോലെ പല സന്ദർഭത്തിലും നമുക്ക് കാണാം കർത്താവ് പാപികളെ ോടുള്ള സമീപനം. കർത്താവ് വളരെ അനുകമ്പയോടെ കരുണയോടെ അവരെ രക്ഷിക്കുവാനായിട്ടാണ് കർത്താവ് ശ്രമിച്ചത്, അവരെ വീണ്ടെടുക്കുവാനായിട്ടാണ് കർത്താവ് ശ്രമിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ അടുക്കൽ വരുമ്പോൾ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ നമ്മൾ വലിയ വിശുദ്ധരാണെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ, ഞാൻ ദൈവത്തിന്റെ മകനാണെന്നുള്ള അവകാശത്തോടുകൂടി നടക്കുമ്പോൾ, നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു പാപിയെ, അവനെ കൊള്ളരുതാത്തവനെ, ഒരു മദ്യപാനിയെ, അല്ലെങ്കിൽ ലോകത്തിന് മുമ്പിൽ അറിയപ്പെടുന്ന ഒരു മോശക്കാരനെ, അവനോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? അനുകമ്പയാണോ? അതോ അവനോട് നമ്മൾ നീ ആരാ എന്താന്നൊക്കെ ചോദിച്ചാൽ അവനെ നീ എൻ്റെ അടുത്തോട്ടൊന്നും വരാൻ കൊള്ളത്തില്ല, നീ എൻ്റെ അടുത്തോട്ടൊന്നും വരാൻ പാടില്ല, അല്ലെങ്കിൽ നീ എൻ്റെ വീട്ടിൽ കയറരുത്, നിനക്ക് അതിനുള്ള യോഗ്യതയില്ല, നീ മഹാ കൊള്ളരാത്തവൻ എന്ന് പറഞ്ഞ് നമ്മളവനെ ഭ്രഷ്ട് കൽപ്പിച്ച് തള്ളിക്കളയുന്ന ഒരു സ്വഭാവമാണ് നമുക്കുള്ളത്. എങ്കിൽ നമ്മൾ കർത്താവിന്റെ സ്വഭാവം അറിഞ്ഞിട്ടില്ല. കർത്താവ് വളരെ ക്രൂരമായിട്ട് വേണമെങ്കിൽ ആരോടാണെന്നറിയോ? കർത്താവ് വളരെ ക്രൂരമായിട്ട് വളരെ ശക്തമായ ഭാഷയിലും പറഞ്ഞ ആരോടാണെന്നറിയോ? പരീശന്മാരെന്ന് പറഞ്ഞാൽ പോലെ, പരീശന്മാരെന്ന് പറയുമ്പോൾ ഏതോ ഒരു ആളുകളാണ് കപടഭക്തിക്കാരായിട്ടുള്ള ആളുകളോടാണ് കർത്താവ് കഠിനമായിട്ട് പറഞ്ഞു. എന്താണ് കപടഭക്തി? എന്താണ് കപടഭക്തി? ഇല്ലാത്തത് ഉണ്ടെന്ന് ഭാവിക്കുന്നതാണ് കപടഭക്തി. യഥാർത്ഥ ദൈവഭക്തി എന്ന് പറയുന്നത് ദൈവമുമ്പാകെ സത്യസന്ധത ഉണ്ടായിരിക്കുന്നതാണ്. അതില്ലാതെ ഈ പുറമേയുള്ള ഷോ മാത്രമായിട്ട് പരീശന്മാരെ പോലെ ന്യായപ്രമാണത്തിൽ പുറമേയുള്ള ചില കാര്യങ്ങളിൽ മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട്, എന്നാൽ ഉള്ളിൽ കരുണയില്ലാതെ ഭക്തിയുടെ വേഷം മാത്രം ധരിച്ചുകൊണ്ടുള്ള അതിനെയാണ് കപടഭക്തി. കർത്താവ് കഠിനമായിട്ട് അവരെ ശാസിച്ചു. എന്നാൽ പാപികളോട് കർത്താവ് കരുണയുള്ളവനായി. നമ്മുടെ സ്വഭാവം എന്താണെന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. നമ്മുടെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. നമ്മൾ ആ മത്തായിയുടെ സുവിശേഷം 23 പരീശന്മാർ അത് വായിച്ചാൽ മതി. കർത്താവ് എങ്ങനെയാണ് അവരോട് സംസാരിച്ചതെന്നുള്ളത്. മത്തായി 23 എടുക്കണ്ട. അവിടെ കർത്താവിന്റെ ശാസനയാണ്, പരീശന്മാരോടുള്ള ശാസന. നിങ്ങൾ എന്ത് മനുഷ്യരാണെന്നുള്ളത് എന്തൊക്കെയാ കർത്താവ് പറയുന്നല്ലേ? വെള്ളതേത്തവത്തിലറുകളെ, സർപ്പസന്തതികൾ, നിങ്ങൾ ചെയ്യുന്ന എന്താണെന്നൊക്കെ കർത്താവ് വളരെ കഠിനമായ ഭാഷയിലാണ് അവരോട് സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുന്നു യേശുവിന്റെ മറ്റൊരു സ്വഭാവം നമ്മൾ കാണുന്നു. അവിടുന്ന് എബ്രായലേഖനത്തിലെ വാക്യം കാണാം. എബ്രായലേഖനം 5-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിക്കുകയും അഭയയാചനെ കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. യേശുവിന്റെ വേറെ സ്വഭാവമായിരുന്നു യേശുവിന്റെ പ്രാർത്ഥനാ ജീവിതം. നമ്മുടെ ജീവിതത്തിലെ ഈ പ്രാർത്ഥനയുടെ അനുഭവം എത്രത്തോളം ഉണ്ട്? മരണത്തിൽ നിന്ന് യേശു പാപത്തെ നേരിടുമ്പോൾ അവിടുന്ന് വേണ്ട ശക്തി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുന്ന് പ്രാർത്ഥിച്ചു എന്നാണ് നമ്മൾ അതിന് മനസ്സിലാക്കേണ്ടത്. കുറച്ച് നിലവിളിയോടും കണ്ണുനീരോടുകൂടി പിതാവിനോട് അപേക്ഷയും അഭയാചനയും കഴിച്ചു. തനിക്ക് നേരിടാൻ പോകുന്ന ശോധനകളുടെ നടുവിലെല്ലാം അതിനെ നേരിടുവാനുള്ള ശക്തിക്ക് വേണ്ടിയിട്ട് കർത്താവ് പ്രാർത്ഥിച്ചു. ഇതുപോലെ ഒരു പ്രാർത്ഥനാ ജീവിതത്തിന്റെ അനുഭവം നമുക്ക് എത്രത്തോളം ഉണ്ട് നമ്മൾ പരിശോധിക്കണം. പ്രാർത്ഥനാ അനുഭവം നമുക്ക് എത്രത്തോളം ഉണ്ട്? നമ്മൾ പറയുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളൊരു സെറ്റ് പാറ്റേണിലുള്ള നമ്മുടെ ഒരു നമുക്കൊരു ക്രമമുണ്ട് അല്ലേ? രാവിലെ പ്രാർത്ഥിക്കും, വൈകിട്ട് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ നമ്മൾ രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് എല്ലാവരും കൂടെ ഞങ്ങൾ അരമണിക്കൂർ കുടുംബ പ്രാർത്ഥന, അല്ലെങ്കിൽ ഞങ്ങൾ വൈകിട്ട് 1 മണിക്കൂർ ഞങ്ങൾക്ക് കുടുംബ പ്രാർത്ഥനയുണ്ട് എന്നൊരു വലിയ പ്രശംസ പോലെ പറയുന്നതിനകത്ത് വലിയ അർത്ഥമില്ല. പ്രാർത്ഥന ഒരു ആവശ്യബോധത്തിൽ നിന്ന് വരേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ പ്രാർത്ഥന എപ്പോഴും ഉള്ളൊരു അനുഭവമാണ്. യേശു പ്രാർത്ഥിച്ച പോലെ എപ്പോഴും പ്രാർത്ഥന, ആവശ്യത്തിന് മുമ്പിൽ എപ്പോഴും പിതാവുമായിട്ടൊരു ബന്ധത്തിൽ നിന്നുള്ളൊരു പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടോ എന്നുള്ളതാണ്. അല്ലാതെ നമ്മളൊരു വെച്ചിരിക്കുന്ന ഒരു ടൈം ടേബിൾ അനുസരിച്ച് ഒരു പ്രാർത്ഥന അതല്ല, ഒരു തൃപ്തിക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന അതല്ല. അത് തെറ്റെന്നല്ല ഞാൻ പറയുന്നത്, അത് മോശമാണെന്നല്ല പറയുന്നത്. പക്ഷെ അതിലൊതുങ്ങരുത്, അതിൽ തൃപ്തരാകരുത്.
യഥാർത്ഥ പ്രാർത്ഥനയുടെ അനുഭവം. യേശു പ്രാർത്ഥിച്ച പല സന്ദർഭങ്ങളും നമുക്ക് നോക്കാം. യേശു പിന്നെ എന്താണ് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്ന ഒരു കാര്യമുണ്ടല്ലോ, രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. എപ്പോഴാണ് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചത്? ആറാം അധ്യായത്തിൽ അതിന്റെ 12-ാം വാക്യത്തിൽ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി മുഴുവൻ ചെലവഴിച്ചു. അത് കഴിഞ്ഞ ഉടനെ എന്തായിരുന്നു? യേശു തന്റെ ശിഷ്യന്മാരെ തന്നെ, അത് വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു വലിയ ആത്മീയ ശുശ്രൂഷ, അല്ലെങ്കിൽ തന്റെ ശുശ്രൂഷയിലെ ഒരു പ്രധാന കാര്യം നടക്കാൻ പോകുന്നതിന് മുമ്പ് രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ യേശുവിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു അർത്ഥമുണ്ടായിരുന്നു. നമ്മൾ അതുപോലെ നമ്മുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ആത്മീയ ആവശ്യത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ഇത് പ്രാർത്ഥിച്ച് അതിൽ നിന്ന് ഉത്തരം കിട്ടി പിതാവിന്റെ ഹിതം അറിഞ്ഞിട്ടാണ് നമ്മളൊരു ആത്മീയ പ്രവർത്തനം, അല്ലെങ്കിൽ നമ്മളൊരു ശുശ്രൂഷയിൽ ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവിടെ പിതാവിൽ നിന്ന് ഒരു ഉത്തരം കിട്ടി, പിതാവിന്റെ ഹിതമറിഞ്ഞ് പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ച് പിതാവിന്റെ ആ നയിക്കുന്നതിനനുസരിച്ചാണോ നമ്മളൊരു തീരുമാനം എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ സത്യസന്ധമായിട്ട് പരിശോധിക്കുന്നു. നമ്മൾ നമ്മുടെ ഒരു ക്രമം, നമ്മുടെ ഒരു പാറ്റേൺ അനുസരിച്ച് നമ്മളൊക്കെ പ്രാർത്ഥിക്കും. രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്നു, ഇതിന് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയാണോ? അതോ ഒരു ആവശ്യം വരുമ്പോൾ ദൈവത്തിന് ഒരു തീരുമാനം എടുക്കണം, ഒരു ആത്മീയ കാര്യം അല്ലെങ്കിൽ ഭൗതിക കാര്യം, ഒരു സാഹചര്യത്തിന് മുമ്പിൽ ഒരു തീരുമാനം എടുക്കണം, അവിടെ ദൈവഹിതം അറിയണം. അതിന് പ്രാർത്ഥന ചെലവഴിച്ച് ദൈവഹിതം അറിഞ്ഞുകൊണ്ടാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത്? ഇത്തരത്തിലുള്ളൊരു പരിശോധന, ഇത്തരത്തിലുള്ളൊരു അനുഭവം നമുക്കുണ്ടോ? അതാണ് പരിശോധിക്കേണ്ടത്. അതുപോലെ തന്നെ യേശു പ്രാർത്ഥിച്ച വേറൊരു ചില സന്ദർഭങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. യേശു വാങ്ങിപ്പോയി എങ്ങനെ പിന്നെ വിജനതയിൽ പോയി പിന്നെ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നു പലപ്പോഴും. അതിന് തൊട്ട് മുമ്പ് ഒരു സംഭവം നടന്നു കാണും അല്ലേ? പലപ്പോഴും ഏതെങ്കിലുമൊക്കെ ഒരു അത്ഭുത പ്രവൃത്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശുശ്രൂഷ ചെയ്തതിന് ശേഷം യേശു വേഗം വാങ്ങിപ്പോയി എന്ന് നമ്മൾ കാണാൻ പറ്റും. സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം അങ്ങനെയുള്ള പല സന്ദർഭങ്ങളുണ്ട്. ലൂക്കോസ് 5 തന്നെയുണ്ട്. ലൂക്കോസ് 5 15-16 അവിടെ രോഗികൾ തങ്ങളുടെ രോഗങ്ങൾ നീങ്ങി സൗഖ്യം പ്രാപിക്കാൻ വന്നുകൂടി. എന്നാൽ യേശു പലപ്പോഴും വിജന സ്ഥലങ്ങളിലേക്ക് പിൻവാങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടെ വേറൊരു കാര്യം നമ്മൾ കാണുന്നത്. അതുപോലെ ഒരു കാര്യം, നമ്മൾ ഒരു പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീയ ശുശ്രൂഷ നടന്നതിന് ശേഷം അല്ലെങ്കിൽ ഒരു ആത്മീയമായ ഒരു പ്രവൃത്തി നമ്മളിലൂടെ ദൈവം നിവർത്തിച്ചതിന് ശേഷം വേഗം പിതാവിന്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് അവിടെ യേശു പ്രാർത്ഥിച്ചതിന് കാര്യം നമ്മൾ ലൂക്കോസ് സുവിശേഷം പഠിക്കുമ്പോൾ മനസ്സിലാവും. അത് യേശു എപ്പോഴും ചെയ്തിരുന്ന ഒരു കാര്യം എന്താണ്? താൻ അതിലൂടെ നിഗളിച്ചു പോകാതിരിക്കുക, ആത്മീയമായ നിഗളം ഉണ്ടാകാതിരിക്കാനും തനിക്ക് കൂടുതൽ ശക്തി ലഭിക്കുവാനും വേണ്ടിയിട്ടാണ് യേശു വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചത്. അത്തരത്തിലൊരു പ്രാർത്ഥനാനുഭവം നമുക്കുണ്ടോ? വീണ്ടും നമ്മുടെ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഒരു റെഡിമെയ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു പരിചയമായിട്ട് മാറിയിരിക്കുന്ന ഒരു കാര്യമാണോ? ഇങ്ങനെ ഒരു ആവശ്യബോധത്തോടുകൂടി ഈ ആവശ്യത്തിന് മുമ്പിൽ യേശു ചെയ്തതുപോലെ ഒരു ശുശ്രൂഷയ്ക്ക് ശേഷം ദൈവത്തിന് നന്ദി പറയുവാനും പിതാവിനോട് നന്ദി പറയുവാനും താൻ തന്നെ അതിൽ നിർളിച്ചു പോകാതിരിക്കുവാനുള്ള ഒരു പ്രാർത്ഥനയാണ്. അല്ലെങ്കിൽ ആ തരത്തിൽ നമ്മൾ ഒന്നും വേണ്ട, നമ്മൾ ഓരോ ശുശ്രൂഷയ്ക്ക് ശേഷം നമ്മൾ ഓരോ മീറ്റിങ്ങിന് ശേഷവും പ്രാർത്ഥിക്കുവാൻ ഞാൻ വ്യക്തിപരമായിട്ട് പറയാം. ഞാൻ പല സന്ദർഭത്തിൽ ചെയ്തിട്ടുണ്ട്, പല സന്ദർഭം ചെയ്യാത്തതിനെ കുറിച്ച് ഓർത്ത് ഞാനിപ്പോൾ ദുഃഖിക്കുന്നു. പണ്ട് ആദ്യ കാലഘട്ടത്തിലൊക്കെ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴെനിക്ക് പരിചയങ്ങളിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു വീഴ്ചയായിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ പരിചയം നമ്മളെ ചതിക്കുന്നു എന്ന് പറയുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട് സഭ തുടങ്ങിയ ആദ്യ കാലത്തൊക്കെ മീറ്റിംഗ് അവസാനിച്ച് ഞാൻ ഒരു 5 മിനിറ്റ് ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുന്ന ഒരു പ്രേരണ ഉണ്ടായിരുന്നു. ഇപ്പൊ ചിലപ്പോൾ പക്ഷെ അത് 5 മിനിറ്റ് ഇപ്പൊ മീറ്റിംഗ് കഴിഞ്ഞാണ്ട് വേറെ ഒരുപാട് കാര്യങ്ങളാണ് അന്നേരം. അത് എന്ന് സഹോദരന്മാരോട് എന്തെങ്കിലും അന്ന് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, ആദ്യ കാലഘട്ടത്തിലൊക്കെ മീറ്റിംഗ് തീർന്നു കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റെങ്കിലും പ്രാർത്ഥിച്ചതിന് ശേഷമേ ഞാൻ എഴുന്നേൽക്കത്തുള്ളായിരുന്നു. ഇപ്പൊ പലപ്പോഴും പക്ഷെ അത് പറ്റാതെ പോകുന്നതിന്റെ കാരണം ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ വേറെ ആക്ടിവിറ്റിയാണ് ഒരുപാട്. അത് തീർന്നാലുടനെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു തിടുക്കം മനസ്സിൽ വരുന്നു. പക്ഷെ സത്യസന്ധമായിട്ട് ഞാൻ തിരിച്ചറിയുന്നു അതാണ് വേണ്ടത്. ഓരോ ശുശ്രൂഷയ്ക്ക് ശേഷവും ദൈവത്തിന്റെ അടുക്കൽ പോയി നന്ദി പറയാനുള്ള ഒരു മനസ്സുണ്ടാകണം. യേശു അതാണ് ചെയ്തത്. പ്രാർത്ഥന എന്ന് പറയുന്നത് അതാണ്. ഓരോ ശുശ്രൂഷയ്ക്ക് ശേഷവും യേശു പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ നമ്മൾ കാണുന്നത് യേശു പ്രാർത്ഥിച്ചത് കാൽവറിയിലേക്ക് പോകുന്നതിന് മുമ്പ് താൻ വലിയൊരു കാര്യം ചെയ്യാൻ പോവാണ്. കാൽവറിയിൽ തന്റെ രക്ഷാപദ്ധതി. അതിനു മുമ്പ് കർത്താവ് എന്താ ചെയ്തത്? അത് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമായിരുന്നു. അത് എന്തായിരുന്നത്? ഗെത്സമനയിൽ കർത്താവ് എന്താ ചെയ്തത്? ലൂക്കോസ് 22 അല്ലെ, എല്ലാ സുവിശേഷങ്ങളും അതിന്റെ ഭാഗമുണ്ട് അല്ലേ? നമുക്ക് ലൂക്കോസിൽ വായിക്കാം. ലൂക്കോസ് 22-ന്റെ
1 മുതൽ 41 മുതൽ അവിടെ കാണുന്നത് യേശുവിന്റെ ഒരു പ്രാർത്ഥനയാണ്. പിന്നെ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരത്തോളം അപ്പുറം ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്, പിതാവേ തിരുവിഷ്ടമെങ്കിൽ ഈ പാനപാത്രത്തിൽ നിന്ന് നീക്കണമേ. വലിയൊരു കാര്യത്തിലേക്ക് പോവുകയാണ്. അതായത് ക്രൂശിൽ താൻ മരണം വയ്ക്കാൻ പോകുന്ന അതിനേക്കാൾ കൂടുതൽ കർത്താവിനെ നമ്മൾ സഭയെ കേട്ടിട്ടുണ്ട്. എന്താണ് കർത്താവിനെ ഭരിച്ചിരുന്ന ഏറ്റവും വലിയ കാര്യം? കുറച്ചു നേരത്തേക്ക് പിതാവുമായിട്ടുള്ള ബന്ധം വിടാൻ പോകുന്നു. ലോകത്തിന്റെ മുഴുവൻ പാപവും വഹിച്ചുകൊണ്ട് താൻ ക്രൂശിൽ കിടക്കുമ്പോൾ ചില സമയം പിതാവുമായിട്ടുള്ള ബന്ധം വിടാൻ പോകുന്നു. കഠിനമായിട്ടുള്ള ഒരു ശോധനയാണ് തന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതിലൂടെ കടന്നു പോകാൻ വേണ്ട ശക്തിക്കായിട്ട്, അതിലൂടെ കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള ബലം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന യേശുവിനെ നമ്മൾ കാണുന്നു. അതുപോലെയുള്ള ഒരു പ്രാർത്ഥന നമുക്കുണ്ടോ? നമ്മൾ പല വിധത്തിലുള്ള ശോധനകളിലൂടെ കടന്നു പോകേണ്ട അനുഭവം നമുക്കുണ്ട്. നമുക്ക് തന്നെ അറിയാം, ഞാൻ അവിടെ പോകുമ്പോൾ അല്ലെങ്കിൽ ആ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ചില ശോധനകൾ നേരിടേണ്ടി വരും. എൻ്റെ ജഡത്തിലെ പരീക്ഷിക്കുന്ന ചില അനുഭവങ്ങൾ അവിടെ ഉണ്ടാകും. അവിടെ ഞാൻ കടന്നു പോകണമെങ്കിൽ എനിക്ക് പ്രത്യേകമായിട്ടുള്ള ശക്തി വേണം, കൃപ വേണം എന്ന് നമുക്ക് മുൻകൂട്ടി അറിയുമ്പോൾ പോലും നമ്മൾ ഇത്തരത്തിൽ ഒരു പ്രാർത്ഥനയോടെ അവിടെ പോകാറുണ്ടോ? പ്രാർത്ഥന മുൻകൂറായി പ്രാർത്ഥിച്ച് ബലം നേടി ശക്തി നേടിയിട്ടാണോ ചില സാഹചര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്? അതാണ് പ്രാർത്ഥന. അങ്ങനെ യേശുവിന്റെ സ്വഭാവത്തിലുണ്ടായിരുന്ന ആ പ്രാർത്ഥന ജീവിതം എത്രത്തോളം നമ്മൾ അതിനോട് അനുരൂപപ്പെട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് പറഞ്ഞത്? ഞാൻ ഇനിയും പലതും എടുക്കാം. അങ്ങനെ നമ്മളിപ്പോൾ ഈ 5 കാര്യത്തിൽ അങ്ങ് നിർത്താം. എന്തൊക്കെയാണ് ഈ 5 കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞത്? യേശുവിൻ്റെ താഴ്മ, യേശുവിൻ്റെ ആവശ്യത്തിലിരിക്കുന്നവരോടുള്ള കരുണ, യേശുവിൻ്റെ പാപികളോടുള്ള മനോഭാവം, പിന്നെ യേശുവിൻ്റെ അനുസരണം, പിന്നെ അന്യായമായിട്ട് കഷ്ടം സഹിക്കാനുള്ള മനസ്സ്. അന്യായമായിട്ട് കഷ്ടം സഹിക്കുക എന്ന് പറയുമ്പോൾ തിരിച്ചൊന്നും പറയാതെ, പ്രതികരിക്കാതെ കഷ്ടം സഹിക്കാനുള്ള മനോഭാവം. ഇപ്പോൾ അവസാനം പറഞ്ഞ എന്താണ്? പ്രാർത്ഥനാ ജീവിതം. ഇതൊക്കെ നമുക്ക് പരിശോധിക്കാം. ഇത് പരിശോധിച്ചതിന് ശേഷം വേണം നമുക്ക് പറയാൻ നമ്മുടെ ആത്മീയ ജീവിതത്തെ ഇത്രത്തോളം വളർന്നു എന്നുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഞാൻ ആത്മീയമായി വളർന്നു എന്നുള്ളത്. യേശുവിന്റെ ദിവ്യ സ്വഭാവത്തോട് അനുഭവപ്പെട്ടു എന്ന് പറയണമെങ്കിൽ യേശുവിന്റെ ദിവ്യ സ്വഭാവത്തിന് ചില സവിശേഷതകൾ നമ്മളിവിടെ കണ്ടത് നമ്മളിൽ എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് വർദ്ധിച്ചു വരുന്നുണ്ട്, അതിനോട് നമ്മൾ എത്രത്തോളം അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് യേശുവിന്റെ കരുണയും യേശുവിന്റെ അനുസരണവും യേശുവിന്റെ താഴ്മയും യേശുവിന്റെ മറ്റുള്ളവരോടുള്ള മനോഭാവവും പാപികളോടുള്ള സമീപനവും പ്രാർത്ഥനാ ജീവിതവും ഒക്കെ എത്രത്തോളം എന്നിലുണ്ട് എന്നുള്ളത് സത്യസന്ധമായ ഒരു പരിശോധന നമുക്ക് നടത്താം. അതോ ഒരു കപടഭക്തനെ പോലെ ഭക്തിയുടെ വേഷം ധരിച്ച് ഒരുപാട് ആത്മീയ പ്രവർത്തനങ്ങൾ മാത്രമായിട്ട് നടക്കുന്ന ഒരു ജീവിതമാണോ നമ്മളുടേതെന്ന് പരിശോധിക്കാം. സത്യസന്ധമായുള്ള ഒരു പരിശോധന നടത്തട്ടെ. അപ്പോൾ ആരും നിരാശപ്പെടേണ്ട. കുറവുകളെ കണ്ടാൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. എന്ത് വേണം? സത്യസന്ധതയോടെ ദൈവത്തിലേക്ക് ചെന്ന് നമ്മെ അവിടുത്തെ ദിവ്യ സ്വഭാവത്തിലേക്ക് നടത്തുന്നത് എന്താണ്? പത്രോസിന്റെ ലേഖനത്തിലെ വാക്യം ഓർക്കാം. എന്താണ് നമ്മളെ അവിടെ നടത്തുന്നത്? ദിവ്യ സ്വഭാവത്തിലേക്ക് നമ്മളെ നടത്തുന്നത് എന്താണ്? അവിടെ എന്താ? പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചല്ലോ, 2 പത്രോസിൽ വായിച്ചത് എന്താണ്? അതിന് മറ്റൊരു വാക്യത്തിൽ പറയാം, തന്റെ മഹത്വത്താൽ ദിവ്യശക്തി എന്നുള്ള ആക്കുന്ന എന്താണ് അതിന് മുമ്പിൽ ആ വാക്യം വായിച്ച മുഴുവൻ? ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകി നമ്മളെ അതിലേക്ക് കൊണ്ടുപോകുന്നു, ദിവ്യ സ്വഭാവത്തിലേക്ക്. അപ്പൊ അതിന്റെ അർത്ഥം ഇങ്ങനെ പറയാം, എന്താണ്? നിരാശപ്പെടേണ്ട. നമ്മുടെ കുറവുകളെ കണ്ടുമ്പോൾ നിരാശപ്പെടേണ്ട. സത്യസന്ധമായിട്ട് ദൈവത്തിലേക്ക് ചെന്ന് നമ്മളെ അവിടുത്തെ ദിവ്യ സ്വഭാവത്തിലേക്ക് നടത്തുന്ന ശക്തി, അതെന്താണ്? അത് ശക്തി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുമാത്രം ചെയ്താൽ മതി. നമ്മുടെ കുറവുകളെ കാണുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ചെന്ന് ദിവ്യ സ്വഭാവത്തിലേക്ക് എന്നെ നടത്തുവന്ന കൊണ്ടും അവിടുത്തെ ആത്മാവിനെ തന്നെ ഇപ്പോൾ തന്നെ അഭിഷേകം ചെയ്യണമേ, നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. അതായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന. നമ്മളെ തന്നെ പരിശോധിക്കുമ്പോൾ നമ്മുടെ കുറവുകളെ കാണുമ്പോൾ നിരാശപ്പെടാതെ ദൈവത്തിലേക്ക് ചെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആ യോഗ്യതയോടെ നമുക്ക് പങ്കെടുക്കാം. അതേ കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടിയിട്ട് കാൽവറിയിൽ യാഗമായി തീർന്നപ്പോൾ നേടിത്തന്ന രക്ഷയെ പൂർണ്ണമാക്കണമെങ്കിൽ
നമ്മൾ ഇന്ന് ആ രക്ഷ ഒരിക്കലും അത് വിശ്വസിച്ച് അനുഭവിച്ചു എന്നുള്ളത് കൊണ്ട് അവസാനിപ്പിക്കാതെ നാൾതോറും യേശുവിന്റെ ദിവ്യ സ്വഭാവത്തിൽ വളർന്നുകൊണ്ടിരിക്കാതെ, വളർന്നുന്ന ആ വളർച്ചയില്ലാതെ നമുക്കൊരു ആത്മീയ ജീവിതമില്ല, ക്രിസ്ത്യ ജീവിതമില്ല. കേവല വിശ്വാസികളായിട്ട് ജീവിക്കാൻ അല്ല ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. നമ്മളെ നിങ്ങളുടെ യേശുവിന്റെ ജീവൻ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ വെളിപ്പെടുത്തിക്കൊണ്ട് യേശു നമ്മുടെ ഉള്ളിൽ, ആദ്യം പറഞ്ഞ വാക്യത്തിലേക്ക് വരട്ടെ, യേശു നമ്മുടെ ഉള്ളിൽ ജീവിക്കണം, ജീവിച്ചുകൊണ്ടിരിക്കണം, വെളിപ്പെട്ടുകൊണ്ടിരിക്കണം. പുറമേയുള്ള യേശുവിന്റെ ഒരു ഇത് കാര്യമല്ല, പുറമേയുള്ള ഭക്തിയല്ല, ഉള്ളിൽ നിന്ന് യേശുവിന്റെ സ്വഭാവം നാൾതോറും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നാം വരണം. അതിനുള്ള ഒരു പരിശോധന ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകട്ടെ. നമ്മളെ തന്നെ പരിശോധിച്ചുകൊണ്ട് നമുക്ക് ദൈവം സമർപ്പിക്കാം. നമ്മളെ അതിലേക്ക് നടത്തുന്ന ദൈവത്തിന്റെ ശക്തിക്കായിട്ട് പ്രാർത്ഥിക്കാം. തന്റെ അടുക്കിലേക്ക് വരുന്നവരെ ഒരു നാളും തള്ളിക്കളയില്ല. അതുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് അവിടുത്തെ അടുക്കിലേക്ക് എത്താം. ആമേൻ.